ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് ഞെക്കെന്ന് പറഞ്ഞ ചെടിയാണ്, ഇത് ഈട്ടിയാണ്. ഈ തൈയും നമ്മൾ നട്ടതല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് കാട്ടിൽ നിന്ന് അതായത് കായകൾ വീണും വിത്ത് വീണ് ഈ പരിസരത്തൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ കായ ഉണ്ടാകൽ എന്ന് പറഞ്ഞാൽ പ്രോസസ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സർപ്പക്കാവിലൊക്കെ സംഭവിക്കുന്നതല്ലേ, ഒന്നുകിൽ പക്ഷികൾ പുറത്തുനിന്ന് കാ കൊണ്ടിടും, അല്ലെങ്കിൽ അവിടെ ഉള്ള കാകൾ ആ പഴത്തിൻ്റെ കായകൾ വീണിട്ട് അവിടെ ആ പരിസരത്തും കിളുക്കും. എന്ന് ചുറ്റുപാടും കാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഈ ആഴ്ചയിലെ ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മിയാവാക്കി കാടുകളെ വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റിയാണ്. നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണത്താണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ ഒരു വ്യക്തിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മിയാവാക്കി കാടുകൾ കേരളത്തിലുടനീളം വെച്ച് പിടിപ്പിച്ച് ലോകശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുള്ള മിസ്റ്റർ MR അഹിയെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം നമ്മുടെ ജപ്പാനിലെത്തുകയും അവിടെ ചെന്ന് മിയാവാക്കിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കേരളക്കരയാകെ മിയാവാക്കി കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ. നമുക്ക് എന്താണ് മിയാവാക്കി കാടുകളുടെ പ്രത്യേകതയെന്നും എങ്ങനെയാണ് മിയാവാക്കി കാടുകൾ വെച്ച് പിടിപ്പിക്കേണ്ടതെന്നും ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നും നമുക്ക് അദ്ദേഹത്തോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കുറച്ച് വിവരങ്ങളും നമ്മൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. തുടർന്നും അദ്ദേഹത്തിൻ്റെ വനങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് വീണ്ടും വരാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു ഫിലിമിലൂടെ നമുക്ക് മുഴുവൻ പറഞ്ഞു തീർക്കാവുന്ന വിശേഷങ്ങളല്ല ശരിക്കും മിയാവാക്കി കാടുകളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഈ ആദ്യ ഭാഗം നല്ല രീതിയിൽ കാണണം. നിങ്ങൾ മിയാവാക്കി കാടുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം. ഇതിലൂടെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇത് മുഴുവനായി കണ്ടാൽ മാത്രമേ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. സാറേ, എന്താണ് ഈ മിയാവാക്കി പ്രോജക്റ്റിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം എന്താണ്? മിയാവാക്കി പ്രോജക്റ്റിലേക്ക് വന്നത് യാദൃശ്യമായിട്ടാണ്, വരണം എന്ന് ഉദ്ദേശിച്ച് വന്നതല്ല. ഞാനിവിടെ ഈ സ്ഥലം വാങ്ങിച്ചത് നമുക്ക് കാണാതെ പോകുന്ന കുറേ മരങ്ങളൊക്കെ കൂടെ നട്ടുപിടിപ്പിച്ച് ഒരു കാടുണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇത് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപക്ഷെ ഏറ്റവും വില കുറഞ്ഞ സ്ഥലം, സിറ്റിയിൽ ഇത്രയും വില കുറഞ്ഞൊരു സ്ഥലം വേറെ കിട്ടാനില്ലായിരുന്നു. അതിനൊരു കാരണം എന്താ വെച്ചാൽ ഇവിടെ വെള്ളമില്ല, കൃഷി ചെയ്യാനുള്ള വെള്ളം ഇവിടെ കിട്ടാനില്ല. ഇതൊരു കുന്നിൻ്റെ ഒരു ചെരിവാണ്. ഇത് ആക്ച്വലി ഒരു പുഴയുണ്ട് താഴെ, കരമനയാറിൻ്റെ തുടക്കമാണ് താഴെ. അതിൻ്റെ ഒരു വശം ഈ കുന്നും മറുവശത്ത് വേറെ ഒരു വലിയ ക്വാറിയാണ്. അപ്പോൾ ഈ ക്വാറി പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കം കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ മണ്ണിനടിയിലുള്ള പാറകൾ ഇളകുകയും മണ്ണിലെ വെള്ളം അവശേഷിക്കുന്ന ഭൂഗർഭജലം കൂടെ താഴോട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല മേടിച്ച്, ഇതിൻ്റെ മുകളിൽ നടന്ന് കയറാൻ വലിയ പ്രയാസമായിരുന്നു, വണ്ടി കയറി ചെല്ലുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അതുകൊണ്ടാണ് അതിന് വില കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ അവിടെ എന്തായിരുന്നു ഇവിടെ മേടിക്കുമ്പോൾ എന്താണ് പ്രൊജക്ട്, എന്താ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്താണ്? മേടിക്കുമ്പോൾ എനിക്ക് കാണാതെ പോകുന്ന മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സ്ഥലം, അതായത് നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഒരു 10-40 തരം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരങ്ങളൊക്കെ പയ്യെ ഇല്ലാതായി. അപ്പോൾ ആ മരങ്ങളെല്ലാം കൂടെ നട്ടുപിടിപ്പിക്കാനായിട്ട് സിറ്റിക്കകത്ത് ഒരിക്കലും സാധ്യമല്ല, ഭൂമിയുടെ വിലയൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലം ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്ന് പലയിടത്തും പോയി നോക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ ഇവിടെ കിളുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം ഇവിടെ ഒരുപാട് അക്കേഷ്യ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മറ്റു മരങ്ങളൊക്കെ കിളുക്കും. എനിക്ക് ചെടികളെക്കുറിച്ച് അന്ന് വലിയൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന ചെടിയും വളരുമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഇത് വാങ്ങിക്കുന്നത്. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പല തവണ ചെടി വെച്ച് നോക്കി വെച്ചാൽ ഞാൻ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിച്ചുകൊണ്ട് നടും. ഒരു സീസണിൽ ഒരു 500 തൈ വരെ നടും, മുകളിലോട്ട് താഴെ വരെയായിട്ട്. ഇത് ഒരുമിച്ചല്ല ഇത് വാങ്ങിച്ചു. ആദ്യം മുകളിലത്തെ ഒരു കഷ്ണം വാങ്ങിച്ചു, പിന്നെ ഈ അവിടെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവിടത്തേക്ക് സാധനം ഇറക്കാനായിട്ട് താഴെ ഒരു പീസ് വാങ്ങിച്ചു. അപ്പോൾ ഈ ഇടയ്ക്കുള്ള സ്ഥലം ഒരു ഡെവലപ്പർക്ക് വേണ്ടി ഒരാൾ ഇത് ലെവലാക്കാൻ തുടങ്ങി. അപ്പോൾ ആ ലെവലാക്കുന്നതും ഒഴിവാക്കാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ പാറ പൊട്ടിക്കാനായിട്ട് ഇതിന് നല്ല വില തരാമെന്ന് പറഞ്ഞൊരു ഓഫറുമായിട്ട് ചെറിയ പാറ പൊട്ടിക്കലൊന്നും 2 പേര് വന്നു. അപ്പോൾ പാറ പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളിവിടെ മരം വെക്കാൻ തീരുമാനിക്കുകയും മരം വെക്കുകയും. ശരിക്കും ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോഴേ ശരിക്കും ഒരു സാമ്പത്തിക ലാഭം അന്നും പ്രതീക്ഷയില്ല. ശരിക്കും നമ്മൾ മരങ്ങളെ വെച്ച് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. കാര്യച്ചാൽ ഇത് എനിക്ക് വെറുതെ കിട്ടിയ പൈസയാണ്, എൻ്റെ കുടുംബ സ്വത്ത് വിറ്റ പൈസയാണ്, അധ്വാനിച്ചുള്ള. അതുകൊണ്ട് അപ്പോൾ അതെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാന്നുള്ള ഇതിലാണ് ഞാനിവിടെ ഈ സ്ഥലം വാങ്ങിച്ചത്. 2 ഏക്കറോളം വാങ്ങിച്ചു, അങ്ങനെയാണ് വാങ്ങിച്ചത്. അല്ലാതെ ജോലി ചെയ്തുണ്ടാക്കിയൊരു പൈസ എന്ന് പറയാനൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ചെയ്യാവുന്ന ഉദ്ദേശം ഇതാണ്, പൊതുജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന തരത്തിൽ ഈ മരങ്ങൾ കാണാതെ പോകുന്ന മരങ്ങളെ മുഴുവൻ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയി നട്ടോളും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ എങ്കിലും കാണുമല്ലോ എന്നുള്ളൊരിതിലാണ് തുടങ്ങിയത്. അപ്പോൾ ഈ 500 മരം വെച്ച് കഴിഞ്ഞാലും ഒരു സീസൺ കഴിയുമ്പം, അതായത് സാധാരണ ഇതിൽ ഇവിടെ ഒരു 2 വർഷത്തിൽ ഒരു ഉണക്ക് വരും.
ആ 2 വർഷം കഴിയുമ്പോൾ ഈ അതുവരെ വെച്ച മുഴുവൻ മരങ്ങളും മിക്കവാറും പോകും. ഒരു 10 മരം ബാക്കിയാണ്. അപ്പോൾ ഈ മരം, ഈ നിൽക്കുന്ന മരം, ഇത് ഒരു പേരാലാണ്. ഇത് ഞാനൊരു 6 വർഷം മുമ്പ് വെച്ചതാണ്. ഇപ്പോഴും അതങ്ങനെ നിൽക്കുകയാണ്. അതിലിപ്പോൾ നമുക്ക് എണ്ണി കഴിഞ്ഞാൽ കാണാം, ഒരു 15 ഇല കാണും പരമാവധി. 2 ശീലമുണ്ട്. ഈ സ്ഥാനം ഏറ്റെടുത്തിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ ഏകദേശം ഇതിൽ ഏറ്റവും മുകളിലത്തെ ഭാഗം 16 വർഷം മുമ്പാണ് വാങ്ങിക്കുന്നത്. പിന്നെ താഴോട്ട് ഇപ്പോൾ വാങ്ങിച്ചിട്ട് 11 വർഷം എന്തായാലും ആയി. ഇതിൽ 11 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഭൂമിയുടെ എല്ലാ ഭാഗവും എൻ്റെ ഇരിക്കുകയാണ്. 16 വർഷം വരെ മുമ്പ് വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അന്ന് ഇവിടെ ശരിക്കും അക്കേഷ്യ മരം അല്ലാതെ വേറെ ഒന്നുമില്ല. അക്കേഷ്യ അല്ലാതെ ഇപ്പോൾ ഇവിടെ ഈ പാറപ്പുറത്ത് മാത്രം വളരുന്ന ചില മരങ്ങൾ, ഉദാഹരണത്തിന് മഞ്ഞണാത്തിയുണ്ട്, പിന്നെ അതുപോലെ പേഴെന്നോ പാഴെന്നോ കണ്ട് പറയുന്നൊരു സാധനം അതുണ്ട്, പിന്നെ കാഞ്ഞിരം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതല്ലാതെ പിന്നെ ഈട്ടി ഈ ഭാഗത്ത് 1-2 നാച്ചുറലായിട്ട് ഇവിടെ പണ്ട് എവിടെയോ വലിയൊരു ഈട്ടി ഉണ്ട്. അതുകൊണ്ട് അവിടെ പാറയുടെ നിന്ന് ഈട്ടി തന്നെ പൊട്ടി വളരുമായിരുന്നു. പക്ഷെ അത് വളരെ സ്ലോ പേസിലാണ് അതിൻ്റെ വളർച്ച. പിന്നെ കുറേ പാഴ്മരങ്ങളൊക്കെ, പാഴ്മരം കൂടുതലും അക്കേഷ്യയായിരുന്നു. അല്ലാതെ ഇപ്പോൾ അത് അവിടെ ഒരു കാഞ്ഞിരം 5-6 ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് മരങ്ങളായിരുന്നു. ഈ മിയാവാക്കിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത് അത് ഞാൻ ഈ മരം വെക്കുന്നുണ്ടോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചിലതൊക്കെ പിടിക്കും. ഈ ഇലഞ്ഞി അങ്ങനെ പിടിച്ച ഒരു മരമാണ്. ആ ഫ്രണ്ടിരിക്കുന്ന ഇലഞ്ഞി ഉണ്ടോ, അത് നന്നായിട്ട് വളർന്നു. ഈ പേരാലിൻ്റെ അവസ്ഥ ഇതുമാണ്. അപ്പോൾ ഇത് ചില സ്ഥലത്ത് ചില മരം പിടിക്കുന്നുണ്ട്. അതിന് താഴെ ഞാൻ ഒരു അങ്കോലം വെച്ച് ഇപ്പോഴും അത് 2.5 അടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ കൂടെ ഇവിടെ കാണാനായിട്ട് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ചില ബന്ധുക്കളുണ്ട്. അപ്പോൾ അതിൽ 2 പേര്, ഒരു സുഹൃത്ത് ബോബി എന്ന് പറഞ്ഞൊരു സുഹൃത്തും എൻ്റെ ഒരു നെവ്യൂ കൃഷ്ണപ്രസാദ്, ഇവർ 2 പേരും എനിക്ക് ഒരേ സമയത്ത് ഒരു വീഡിയോ അയച്ചു തന്നു. അത് പ്രൊഫസർ മിയാവാക്കിയുടെ ഇതിനെ ആസ്പദമാക്കി ഇന്ത്യയിൽ വനം വെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. 3 സെൻറ്റ് സ്ഥലത്ത് കാട് വെക്കാമെന്നാണ് ആ വീഡിയോ വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് എനിക്ക് ഒരു ശരിയായ ഒരു സംഭവമായിട്ട് തോന്നി, നടക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയായിട്ട് തോന്നി. ഞാനിപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്തത് TBGRIയിൽ ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തെ ഞാൻ നേരത്തെ ഒരിക്കൽ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ മരം വെക്കുന്ന കാര്യത്തിൽ പുള്ളി ഉപദേശം തരാമെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ മരം വെക്കുന്ന കാര്യത്തിൽ എന്ത് ഉപദേശം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ല എന്നുള്ള മട്ടിൽ നമ്മൾ അന്നത് വലിയൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല. അതേ സമയത്ത് ഇത് വെക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, ഇതൊരു സയൻസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊരു ധാരണ വേണം. ഇപ്പോൾ എല്ലാ മരവും എല്ലായിടത്തും വെച്ച് പിടിപ്പിക്കാൻ ഒക്കെയല്ലെന്ന് ഏതാണ്ട് 10 വർഷം ഞാൻ കുഴിച്ചു വെച്ചെല്ലാം ഉണങ്ങി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ നേരെ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം അത് അപ്പോഴാണ് കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് നല്ലൊരു ആശയമാണ്, നമുക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം. എനിക്ക് ഇതിൻ്റെ ഒരു സാങ്കേതികമായിട്ട് തരാൻ പറ്റുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ചെടികളെക്കുറിച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ അതിൽ ഒരുപാട് സഹായിച്ചു. ചെടികൾ തിരഞ്ഞെടുക്കാനും ഒക്കെ TBGRI ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മാത്യു ഡാൻ, അദ്ദേഹം ഒരുപാട് സഹായിച്ചു. പിന്നെ എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു ചെറിയാൻ മാത്യു, അദ്ദേഹം ഒരു ഫാം ജേർണലിസ്റ്റാണ്. അപ്പോൾ പുള്ളി അതുവരെ മറ്റ് കൃഷികളാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ ഈ മിയാവാക്കി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹവും ഞാനും ഒരുമിച്ച് വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇതിൽ താല്പര്യം വന്നു. അപ്പോൾ ഈ പല ചെടികളും സംഘടിപ്പിക്കാനും ആ ചെടി ഉണ്ടാകുന്ന സ്ഥലത്ത് പോയി കൊണ്ടുവരാനും ഒക്കെ ശ്രീ ചെറിയാൻ മാത്യു ഒരുപാട് സഹായിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ മധു എന്ന് വരാൻ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഈ സ്ഥലം നോക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം നേരത്തെ ഒരു മേസ്തിരിയായിരുന്നു. അപ്പോൾ മേസ്തിരി ആയിരുന്നത് പുള്ളി കോൺട്രാക്ടറായിട്ട് മാറി പുള്ളിയുടെ മൊത്തം കടം കയറി വലിയ സാമ്പത്തിക ബാധ്യതകളിൽ ചെന്ന് വിട്ടു. അദ്ദേഹം വീണ്ടും ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൃഷിക്കാരനെ എനിക്ക് ആവശ്യം, വേറെ ഒരു ജോലി എനിക്ക് കൊടുക്കാനൊക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ മേസ്ത്രി എന്നുള്ള റോളിൽ നിന്ന് കൃഷിക്കാരൻ എന്നുള്ള റോളിലേക്ക് ഞാൻ മാറിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് സന്തോഷം. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം ഒരു 6 മണി വരെ ഈ ചെടികൾ നോക്കി ഇവിടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ മിയാവാക്കി കൂടുതൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ താമസിക്കുന്ന ഒരാളുണ്ട്, രഘുനാഥൻ നാടാർന്ന്. അദ്ദേഹം എത്രയോ വർഷമായിട്ട് 78 വയസ്സുണ്ട്. ഈ ചെടികളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. അദ്ദേഹം ഈ ചെടികളുടെ കൂട്ടത്തിൽ വളർന്നയാളാണ്. ഇപ്പം നമ്മൾ പാറക്കെട്ടാൻ നിൽക്കുന്ന ഒരു ചെടി കാണിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് അതിൻ്റെ നാട്ടുപേരും ഒരു പരിധിവരെ അതിൻ്റെ മരുന്ന് ഇതിനെന്താണ് ഉപയോഗിക്കുന്നുള്ളത് അറിയാം. അപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് ഈ മിയാവാക്കി അനുയോജ്യമാണ് എന്നുള്ളൊരു തോന്നൽ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് എപ്പോഴാണ്? അല്ല, കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് മിയാവാക്കി അനുയോജ്യമാണെന്നല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ മിയാവാക്കി ഏറ്റവും അനുയോജ്യമായത് കേരളത്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മിയാവാക്കി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സാർവദേശീയമായിട്ട് പ്രചാരത്തിലുള്ളൊരു മെത്തേഡാണ്. ജപ്പാനിലാണത് തുടങ്ങുന്നത് 50 വർഷം മുമ്പാണ്. 1970 ആദ്യത്തെ മിയാവാക്കി വനം രൂപീകരിക്കുന്നത്. അത് പ്രൊഫസർ അക്കീര മിയാവാക്കി എന്ന് പറയുന്നത് ജപ്പാനീസ് ഒരു ബോട്ടണിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഈ കൃഷിക്കാരായിരുന്നു. അപ്പോൾ ഈ മകനെ കള പറിക്കാനായിട്ട് ചെറുപ്പത്തിൽ കൂടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കള പറിക്കുന്ന ജോലി തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ കളയോട് പുള്ളിക്കൊരു അവേർഷൻ വന്നു. അപ്പോൾ എങ്ങനെ ഈ കളയില്ലാത്ത സ്ഥലം എന്നുള്ളതിലാണ് പുള്ളി നോക്കുമ്പോഴാണ് ഈ സ്വാഭാവിക വനങ്ങളിൽ കളയില്ല
എന്നൊരു സാധനം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിച്ച് തന്നെ ഈ കളപറിക്കലിൻ്റെ ഒരു സയൻസാണ്, ഡീവീഡിങ് ടെക്നോളജി, അങ്ങനെ എന്തോ ഒരു ഇതിലാണ് പുള്ളിയുടെ BSc ബിരുദം. അതൊക്കെ വളരെ മുമ്പാണ്, 1940-കളിലൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിൽ പോയിട്ട് ഈ പൊട്ടൻഷ്യൽ നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മരങ്ങൾ, അതിനെ നമ്മളെങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കുറേ പഠനങ്ങൾ നടത്തി. അപ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ മരങ്ങളും എല്ലാ സ്ഥലത്തും വളരുകയില്ല. അപ്പോൾ ആ വളരുന്ന മരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ അവിടെ വളരുന്ന സ്വാഭാവിക വനങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുകയും വളരുകയും ചെയ്യും. ആ സ്വാഭാവിക വനങ്ങൾ അതുപോലെ ഒരു കൃത്രിമമായിട്ടൊരു ചെടി കൊണ്ടുവന്ന 2 ദോഷങ്ങളുണ്ട്. ചിലത് വളരുകയില്ല, ചിലത് അധിനിവേശ സസ്യങ്ങളുണ്ട്. അത് ആ പ്രദേശം മുഴുവൻ ഇല്ലാതാക്കി കളയും. അതായത് ഈ ചെടിയും അതിൻ്റെ ഇല വീഴുമെന്ന് കഴിഞ്ഞാൽ ആ ഇലയിലുള്ള ചില അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ കാരണം, ആ ഇലയിലെ ചില രാസഘടകങ്ങൾ, അസിഡിറ്റിയും അല്ല, അതെല്ലാം കാരണം അവിടെ വേറെ ചെടികൾ കിളുക്കാതെ വരും. അപ്പോൾ നമ്മളൊരു മഹാഗണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കുറച്ച് മഹാഗണി ആയിരിക്കും. കാരണം മഹാഗണി വളർന്ന് അതിൻ്റെ വിത്ത് വീണ് തുടങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും മഹാഗണി തൈകൾ കിളുക്കാൻ തുടങ്ങും. പിന്നെ മറ്റ് തൈകൾക്ക് അവിടെ വലിയ സ്കോപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഗാഠമായിട്ട് പഠിച്ചു. അതിനൊടുവിൽ അദ്ദേഹം എത്തിയൊരു നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങളെയാണ് വെച്ചുപിടിപ്പിക്കേണ്ടത്, പിന്നെ സാധാരണഗതിയിൽ നമ്മളൊരു വനം വെച്ചുപിടിപ്പിക്കുക കഴിഞ്ഞാൽ ഒരുപാട് കാലം എടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ നമുക്ക് സമയം ചുരുക്കാൻ പറ്റും. ആ സമയം, അതായത് ഒരു 100 വർഷം കൊണ്ടാണ് ഒരു സ്വാഭാവിക വനം ഉണ്ടാകുന്നത്. നമുക്കൊരിക്കലും സ്വാഭാവിക വനം ഉണ്ടാക്കാനൊക്കില്ല. മിയാവാക്കി മോഡലിൽ നമ്മളുണ്ടാക്കുന്ന സ്വാഭാവിക വനമല്ല, സ്വാഭാവിക വനത്തിൻ്റെ മാതൃകയാണ്. സ്വാഭാവിക വനം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മളുടെ കൃത്രിമമായ ഒരു മാതൃകയാണ്. സ്വാഭാവിക വനത്തിൻ്റെ ഒരു കൃത്രിമ മാതൃക നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പറയുമ്പോൾ പക്ഷേ ഇത്ര സൂക്ഷ്മമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ കൃത്രിമ വനത്തിൻ്റെ മാതൃക ഉണ്ടാക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ, ഒരു വനം ഉണ്ടാകാൻ 100 വർഷം എടുക്കുന്നെങ്കിൽ ഈ ഒരു കൃത്രിമ വന മാതൃക ഒരു വനത്തിൻ്റെ വളർച്ച എത്തിക്കാൻ കഷ്ടിച്ച് 5 വർഷം മുതൽ 25 വർഷം വരെ മതി. അതായത് 5 വർഷം കൊണ്ട് അതിനൊരു 15-20 വർഷത്തെ വളർച്ച വരും. 25 വർഷം കൊണ്ട് അതിനൊരു 100 വർഷത്തിൻ്റെ വളർച്ച വരും. അതെങ്ങനെയാണ് ആ ഒരു മാറ്റം എങ്ങനെയാണ്? അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ്. അതിൽ പ്രധാനമായിട്ടും ഒരു 3-4 കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മരം വെക്കുമ്പം ഒരു സ്ക്വയർ മീറ്ററിൽ ഒരു സ്ക്വയർ മീറ്റർ, അപ്പോൾ ഒരു 100, ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലമുണ്ട്, ഒരാൾക്ക് 100 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മളവിടെ ഒരു മാവിൻ്റെ തോട്ടം വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഹൈ ഡെൻസിറ്റി ഫാമിംഗ്, അതിൽ പോലും 600 മാവിൽ കൂടുതൽ വെക്കാറില്ല ഒരേക്കറിൽ. അതായത് ഒരു സെൻറ്റിൽ 6 മാവ് എന്നുവെച്ചാൽ ഒരു മാവിനപ്പോൾ ശരാശരി 6-8-48 6-7 ഒരു 70 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒരു മരത്തിന് അപ്പോഴും കൊടുക്കുന്നുണ്ട്. ഈ ഹൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട്. മിയാവാക്കി മാതൃകയിൽ നമ്മൾ 16,000 മരങ്ങളാണ് നടുന്നത് ഒരു ഏക്കറിൽ. അതായത് അതൊരു ഡെൻസ് ഫാമിംഗ് ആണ്, ഡെൻസ് പ്ലാന്റിംഗ് ആണ്. അതായത് ഒരു സ്ക്വയർ മീറ്റർ എടുത്തിട്ട് നിങ്ങൾ 4 മരം അതിൽ വെക്കുന്നു. ഈ 4 മരങ്ങളല്ല, ഒന്നൊരു വൻമരമായിരിക്കും, ഒന്നൊരു ചെറിയ മരമായിരിക്കും, പിന്നെ 2 കുറ്റിച്ചെടികൾ, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. ഇതിലേക്ക് വെളിച്ചം കറക്റ്റായിട്ട് തട്ടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അല്ല, വെളിച്ചം തട്ടാതിരിക്കാൻ. അതായത് ഇത്രയും സാധനം ഒരുമിച്ച് കിട്ടുമ്പോൾ വെളിച്ചം കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരും. ഈ കോമ്പറ്റീഷനിലാണ് ചെടികൾ വളരുന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷൻ എല്ലാ ചെടികളും ഒരുപോലെ വളരുകയില്ല. ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പണ്ട് പറഞ്ഞിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പ്രധാനമായിട്ട് ആപ്ലിക്കുക. അതായത് അർഹതയുള്ളത് അതിജീവിക്കും. നിങ്ങളിപ്പോൾ 100 ചെടി വെച്ചാൽ ആ 100 ചെടികളും വളരുകയില്ല, പക്ഷേ അതിലൊരു 80 ചെടികൾ വളരും. പിന്നെ വീണ്ടും കുറേ ചെടികൾ വളർന്ന് വീണ്ടും ഒരു കുറച്ചെണ്ണം പോകും. അങ്ങനെ ഒരു 50 വർഷം കഴിയുമ്പോൾ, 50 വർഷം കഴിഞ്ഞാൽ മിയാവാക്കി വനങ്ങൾ ജപ്പാനിലുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയി അത് കാണാൻ ഒരു അവസരം കിട്ടി. ജപ്പാനിലേക്ക് പോയി ഞാൻ തന്നെ മിയാവാക്കി വനം വെച്ച് കേരളത്തിൽ 2-3 വനങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് വിമർശനം ഇതിനെതിരെ വന്നു. അപ്പോൾ ഇത് അധികകാലം നിൽക്കുകയില്ല, ഇത് പ്രശ്നമാണ് എന്നൊക്കെയുള്ള തരത്തിൽ ആളുകൾ, സ്വാഭാവികമാണല്ലോ, ഒരു പുതിയ സാധനം വരുമ്പോൾ അതിനെക്കുറിച്ച് അവരുടെ ആശങ്കകൾ ആളുകൾ പറയും, അതിനെ അവരെ കുറ്റപ്പെടുത്താനൊക്കെയില്ല. അപ്പോൾ നമുക്കിതിന് മറുപടി പറയാൻ അറിയില്ല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ 50 വർഷം മുമ്പ് വെച്ച മിയാവാക്കി വനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ള മാത്രമാണ്. അങ്ങനെ ഞാൻ ജപ്പാനിൽ പോയി അവിടെ പോയിട്ട് പ്രൊഫസർ മിയാവാക്കി ആദ്യം വെച്ച രണ്ടാമത്തെ വനം, ആദ്യത്തേത് നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷൻ, അതെനിക്ക് ദൂരെ ഒന്നും കാണാൻ പറ്റില്ല, അടുക്കെ പോയി കാണാൻ പറ്റിയില്ല, അവിടെ പെർമിഷനും പ്രശ്നങ്ങളൊന്നും ഞാൻ എടുത്തുകൊണ്ടല്ല പോയത്. പക്ഷേ ഈ രണ്ടാമത്തെ വനം എന്ന് പറയുന്നത് 1973 വെച്ചത് യോക്കോഹോമ നാഷണൽ യൂണിവേഴ്സിറ്റിക്കകത്താണ്. ആ വനം എനിക്ക് വളരെ വിശദമായിട്ട് കാണാൻ പറ്റി. ഈ യോക്കോഹോമ യൂണിവേഴ്സിറ്റിക്കുള്ളൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പോകുമായിരുന്നു ഒരു 90-ലൊക്കെ. അന്ന് നമുക്ക് JNUവിലൊക്കെ ഓടിച്ചെന്ന് കയറാം, ആർക്കും ഒരു പ്രശ്നമില്ല, നേരെ കയറി ചെന്ന വൈസ് ചാൻസലർ മുറിയിൽ വരെ ചെല്ലാം. ഇവിടുത്തെ അത്രയും പോലും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരുമാതിരിപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ ആർക്കും കയറാനൊക്കെ ഇല്ല, പുറത്ത് പോലീസും സെക്യൂരിറ്റിയും പട്ടാളമൊക്കെയാണ്. ഈ യോക്കോഹാമ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി തുറന്നു വിട്ടേക്കാൻ പറഞ്ഞു, ആർക്ക് വേണേൽ കയറാം. അപ്പോൾ ഞാൻ ആക്ച്വലി ചെല്ലുന്ന ദിവസം ഒരു ഹോളിഡേ കൂടിയായിരുന്നു. എന്നിട്ട് പോലെ അത് അല്ല, ഹോളിഡേ ആണെങ്കിലും വർക്കിംഗ് ഡേ ആണെങ്കിലും ആർക്കും അവിടെ ആക്സസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നേരെ
കയറി അതിനകത്ത് മൊത്തം ഈ 200-400 ഏക്കറുണ്ട്. അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നടന്ന് നമ്മുടെ കാല് കഴിക്കും. അവിടെ പോയി ആ മൊത്തം മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഈ പ്രൊഫസർ മിയാവാക്കി വെച്ച മരങ്ങളുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കണ്ടുപിടിക്കാം. പക്ഷേ നമ്പർ 002 അവിടെ രണ്ടാമത് വെച്ച മരത്തിൻ്റെ ആ ബോർഡും ഒരു പടവും കൂടെ ഞാൻ എടുത്തുകൊണ്ട് പോന്നിരുന്നു. ആ മരങ്ങളൊക്കെ ഇപ്പോൾ വളരെ വലുതായിട്ട് നിൽപ്പുണ്ട്. അതിനിടയ്ക്കുള്ള കുറേ മരങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറേ മരങ്ങൾ നശിക്കും. പക്ഷേ വനം അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതാണ്. മിയാവാക്കിയുമായിട്ട് കാണാൻ പറ്റുമോ? കണ്ടു, അദ്ദേഹത്തെ കാണാൻ പറ്റി. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന് ഒരു 92 വയസ്സുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് 92 കഴിഞ്ഞു. അപ്പോൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് എൻ്റെ 2-3 സഹപ്രവർത്തകർ അവരുടെ ചില കോണ്ടാക്ട്സ് ജപ്പാനിലുള്ളത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു തന്നു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് ആ ലൊക്കേഷനിലാണ്. അതിപ്പോൾ ഇവിടെ രഘു എന്ന് പറഞ്ഞ പാലക്കാടുള്ളൊരു സുഹൃത്ത്, അതുപോലെ തന്നെ അനിത എൻ്റെ വേറൊരു കുളിക്, പിന്നെ നമ്മുടെ രാധിക എന്ന് വേറൊരു കുളിക്, ഇവരൊക്കെ ജപ്പാനിൽ നിന്നുള്ള ചില കോണ്ടാക്ട്സ് സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ ഇദ്ദേഹം ഒഡാനോ സ്റ്റേഷൻ അടുത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിലാണ് താമസം. കാരണം ഇദ്ദേഹത്തിന് ഒരു സെറിബ്രൽ ഡാമേജ് വന്നു, ഈ പ്രായത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്, ആളുകളെ കാണുന്നില്ല എന്നുള്ളൊരു കിട്ടി. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു മുൻ മന്ത്രിയുണ്ട്, ശ്രീ പങ്കജാക്ഷൻ, അദ്ദേഹത്തിൻ്റെ മകൻ ബിനി എന്ന ആൾ ജപ്പാനിലാണ്. അദ്ദേഹം ജാപ്പനീസ് ട്രാൻസ്ലേറ്ററായിട്ട് അദ്ദേഹം ജപ്പാനിൽ കുടുംബമായിട്ട് താമസിക്കുകയാണ്. അദ്ദേഹമാണ് എനിക്ക് ഇവരുടെ ഒരു കോണ്ടാക്ട് ഇവരിലൂടെ സംഘടിപ്പിച്ച് തന്നെ. അപ്പോൾ അത് ആ കോണ്ടാക്ട് വഴി ഞങ്ങൾ എഴുതി കാണണം എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇത്രയും ദൂരം നിന്ന് വരുന്നതുകൊണ്ടും അപ്പോൾ എൻ്റെ ആവശ്യം നമ്മളിവിടെ വെച്ചിട്ടുള്ള മിയാവാക്കി കാടുകളുടെ വീഡിയോ അദ്ദേഹത്തെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാം, ചില സംശയങ്ങൾ തീർക്കുക. കണ്ടു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടെ അയച്ചു കൊടുത്തപ്പോൾ അവരൊരു 10 മിനിറ്റ് അനുവദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇത് കാരണം. പക്ഷേ ആ 10 മിനിറ്റ് കൂടിക്കാഴ്ച ഒരു 3-3.5 മണിക്കൂറായിട്ട് നീണ്ടു. അപ്പോൾ അദ്ദേഹം വളരെ ഒരു സിമ്പിൾ മനുഷ്യൻ. നമ്മുടെ ഇവിടെ ഇത്തരം വലിയൊരു ശാസ്ത്രജ്ഞൻ നമ്മളോട് ഇത്ര വളരെ ഒരു സാധാരണ മട്ടിൽ പെരുമാറുന്നതിന് ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുന്നു, അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് കാണണം എന്ന് ലോകത്ത് ആഗ്രഹമുള്ള അപൂർവ മനുഷ്യരിൽ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് ചെല്ലുമ്പോഴും സംശയമാണ്. അവിടെ ചെന്ന് നമ്മളിങ്ങനെ കൈയൊക്കെ കഴുകി, അന്ന് കോവിഡിന് മുമ്പ് തന്നെ അവിടുത്തെ നേഴ്സിംഗ് ഹോമുകളിൽ അവിടെ രോഗിയെ കാണാൻ നമ്മൾ കൃത്യമായിട്ട് കൈയും കാലും ഒക്കെ ശരിക്ക് തേച്ച് കഴി വേണം. അപ്പോൾ ഞാൻ കൈ കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പുറകിലൊരു വീൽ ചെയർ തള്ളിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇതായിരുന്നു ഹൈ സാൻ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ ഇദ്ദേഹമാണ്. അപ്പോൾ മിയാവാക്കി എന്ന് അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുള്ളി കൈ നീട്ടുന്ന കയ്യിൽ പിടിക്കുന്നു. അപ്പോൾ ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കുക, തുടച്ച് പൂർത്തിയായിട്ടില്ല, ചെറിയൊരു നനവുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാക്കില്ല, പിടിച്ചിട്ട് ഈ കൈ പിടിച്ചുകൊണ്ടാണ് പിന്നെ പോകുന്നത്. അവിടെ ചെന്ന് ഫസ്റ്റ് ചോദ്യം, നിങ്ങൾ വരുന്ന സ്ഥലം ഏതാണെന്ന് ഈ മാപ്പിൽ കാണിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചില വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ 75 വയസ്സുണ്ട്, ആദ്യത്തെ വിദ്യാർത്ഥികളൊക്കെയാണ്. അവർ ടെസ്റ്റ് പ്രൊഫസർമാർ തന്നെയാണ്. അപ്പോൾ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് നിങ്ങളൊന്ന് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അദ്ദേഹം പലയിടത്തും വന്നിട്ടുണ്ട്, ബാംഗ്ലൂർ, ഡൽഹിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം കാണിച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കാലാവസ്ഥയും ബാക്കി കാര്യങ്ങളും അറ്റ്ലസിൽ തന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ബേസിൽ അദ്ദേഹം സംസാരിച്ച് ഞങ്ങൾ ഏകദേശം ഒരു ഈ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് പോയി. നമ്മൾ ചെയ്ത വീഡിയോകൾ പുള്ളിയെ കാണിച്ചു, അതെല്ലാം കണ്ടു. പുള്ളിയുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാരണം ഈ തുടക്കത്തിൽ വള്ളിച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഞങ്ങളിവിടെ ആദ്യമൊക്കെ വെച്ചപ്പോൾ വള്ളിച്ചെടി വെക്കുന്നുണ്ടായിരുന്നു. ഈ വള്ളിച്ചെടികൾക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ വള്ളിച്ചെടികൾ ഈ മരത്തെ ചുറ്റും ഫോറസ്റ്റ് കില്ലേഴ്സാണ്. അപ്പോൾ അത് വെക്കാം, ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സാധനങ്ങൾ തന്നെത്താനെ വരും. കാരണം ഫോറസ്റ്റിന് എപ്പോഴും സ്കർട്ട് വേണം, ഒരു പാവാട പോലെ. അതായത് പുറം ലോകവും ഫോറസ്റ്റുമായിട്ടുള്ള ഇടയ്ക്കുള്ള ഒരു ബന്ധമായിട്ട് നിൽക്കുന്ന ഈ വള്ളിച്ചെടികളുള്ള ചെടികളുമാണ്. അതെ, അകത്തുള്ള വൻമരങ്ങളെ പുറത്തുനിന്ന് സംരക്ഷിക്കുന്നു അവരാണ്. പക്ഷേ അത് ആദ്യം നമ്മളത് കൊണ്ട് വെക്കാൻ പോയി കഴിഞ്ഞാൽ ഈ മരങ്ങളിലൊക്കെ ഈ വള്ളി കയറി ചുറ്റിക്കും. കാരണം ഈ വള്ളി ഇതേപോലത്തെ ഒരു മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വളർച്ച വളരെ കൂടുതലാണ്. നമ്മുടെ മെയിൻ വിഷയത്തിൽ നമ്മൾ വിട്ടുപോയി. താങ്കൾ ചോദിച്ച മിയാവാക്കി മാതൃകയിലെ പ്രത്യേകതകളാണ്. അതിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞു, ചെടികൾ അടുപ്പിച്ച് വെക്കുക. രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ നാച്ചുറൽ വെജിറ്റേഷൻ, അവിടെ തന്നെയുള്ള ചെടികൾ വെക്കുക. ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന ചെടികളാണ് വെക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ഈ വെക്കുന്നിടത്തൊക്കെ ഒരു 10% വിദേശ സസ്യങ്ങൾ വെക്കാറുണ്ട്. പല കാരണങ്ങളുണ്ട്. ചിലടത്ത് പൂവ് കിട്ടാനായിട്ട് വെക്കാറുണ്ട്, ചിലടത്ത് നമ്മൾ ഈ കായകൾ, പക്ഷിക്ക് കായ ഉണ്ടാകാനായിട്ട് വെക്കാറുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അതായത് നമ്മളൊരു വനം വെച്ച് പിടിപ്പിക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കും കൂടി അനുയോജ്യമായ മരങ്ങൾ വേണമല്ലോ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിദേശ മരങ്ങളൊക്കെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള ഈ വനത്തിന് അതൊരു നമ്മൾ ഒരു വനം വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, വിദേശ മരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിദേശ മരങ്ങളെ കഴിയുന്ന ഇതിൻ്റെ അതിരുകളിലായിട്ട് വെക്കും. ഇപ്പോൾ റംബുട്ടാൻ പക്ഷിക്ക് തിന്നാൻ കിട്ടുന്ന സാധനം എന്നുള്ള നിലയ്ക്കാണ് ഇതിൻ്റെ പുറത്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് അതിനെ ക്രോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ചെറിയ തോതിൽ ഇൻ്റർവെൻഷൻ പറ്റും. അതായത് ഒരു അനിയന്ത്രിതമായിട്ട് ആ സാധനങ്ങൾ വളരാതിരിക്കാനും കാടിനെ അത് കൈയടക്കാതിരിക്കാനും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. തുടക്കത്തിൽ ഒരു 2-3 വർഷം 3-4 വർഷം കൊണ്ട് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആകും. അപ്പോൾ അതുവരത്തേക്ക് ഈ വിദേശ മരങ്ങൾ കൂടുതൽ വളരുന്നുണ്ട്, അവൻ്റെ തല വെട്ടിക്കളയുക.
വെട്ടിക്കളഞ്ഞ്. കാരണം ഈ മരത്തെ വെട്ടരുത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ അങ്ങനെ ഇമോഷണലായിട്ട് മരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളല്ല. മരങ്ങളെ നമ്മൾ നിലനിർത്താനാണ് നോക്കേണ്ടത്. അപ്പോൾ നിലനിർത്തുമ്പോൾ ചിലപ്പോൾ കമ്പ് മുറിക്കേണ്ടി വരും. സാറിൻ്റെ ഇപ്പോൾ സാർ ഇവിടെ ചെയ്തു, ഇത് വിജയിച്ചു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചെയ്തു, അവിടെ നമുക്ക് വിജയമാണ് ഉണ്ടായത്. എന്താണൊരു ഭാവി കൺസെപ്റ്റ് എന്താണ് ഇവിടുന്ന് ഈ പുളിയറക്കോണത്ത് നിന്ന് തുടങ്ങി ഇതിൻ്റെ ഒരു യാത്ര എങ്ങോട്ടാണ്? ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേരളത്തിലെ ആളുകളോടൊരു സന്ദേശമായിട്ട്. അപ്പം അങ്ങനെ സന്ദേശം കൊടുക്കാൻ ഇതൊക്കെ ഒരു ഇത് അറിയപ്പെടുന്നിരുന്ന ആളല്ല ഞാൻ. പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറേ ആളുകളോടായിട്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 സെൻറ്റ് സ്ഥലം നമ്മൾ ഈ വനം വെക്കാനായിട്ട് വീട് വെക്കുന്നവർ മാറ്റി വെച്ചാൽ 1 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 സെൻറ്റിൽ കുറഞ്ഞ ആരും സ്ഥലം മേടിക്കുന്നില്ല. 5 സെൻറ്റ് സ്ഥലം വാങ്ങിയ ആൾക്കും 1 സെൻറ്റ് നീട്ടി വെക്കാം. കാരണം വീട് 2 നിലയിലായിട്ട് പണിതിട്ട് നമുക്ക്, കാരണം വീട് വളരെ വിശാലമായിട്ട് പണിതിട്ട് നമ്മൾ ഈ വേർതിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ശകലം അതിൻ്റെ ഏരിയ കുറച്ചിട്ട് അതിൻ്റെ വീടിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ്സ് ഒക്കെ പലതരത്തിൽ മാറേണ്ട ഒരു കാലമാണ് നമ്മളിപ്പോൾ. കാരണം 4 പിള്ളേർ അല്ലെങ്കിൽ 3 പിള്ളേരുള്ള സമയത്ത് വീട് വെക്കുന്നു. കുറേ കഴിഞ്ഞ് ഇവരെല്ലാം പോയി കഴിയുമ്പോൾ ആ പാടെ ഒരു അച്ഛനും അമ്മയും മാത്രമാകുന്നു. അവർക്ക് പോലും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥ, വളരെ വലിയൊരു വീടുമായിട്ടിരിക്കുന്ന ഒരു രാവണൻ കോട്ടകളായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീടുകൾ പലതും കിടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടു ജോലിക്ക് ആളെ കിട്ടുന്നതുകൊണ്ടാണ് ആളുകൾ ഇത്ര വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ലോകത്താണ് ഇത് നടക്കുകയില്ല. അപ്പോൾ അവർക്ക് പോലും 1 സെൻറ്റ് മാറ്റി വെക്കാം. അങ്ങനെ 1 സെൻറ്റ് ഇപ്പോൾ 1 ലക്ഷം വീട്ടുകാർ 1 സെൻറ്റ് ഭൂമി മാറ്റി വെക്കാൻ തയ്യാറായാൽ നമുക്കൊരു വർഷം ഏകദേശം എത്രയാണ് 1000 ഏക്കർ കാട് വെക്കാം. ഇത്രയും പേര് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ 1 ലക്ഷം വീട്ടുകാർ 1 സെൻറ്റ് മാറ്റി വെച്ചാൽ 1000 ഏക്കർ വേണ്ട. 10,000 വീട്ടുകാർ തയ്യാറാ പോലും 100 ഏക്കറിൽ കാട് വെക്കാം. അങ്ങനെ 10 വർഷം കൊണ്ട് നമുക്ക് 1000 ഏക്കർ ആക്കാൻ പറ്റും. അതെ, കാലാവസ്ഥ സിറ്റിയിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ജീവിതകാലത്ത് പിന്നെ നമുക്ക് തന്നെ ഇത് കാണാം. നമ്മുടെ പറമ്പിൽ നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ പോയി പക്ഷിയെ കാണുന്നുണ്ടല്ലോ, സൂവിൽ പോയി പക്ഷിയെ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തത്തയെ മേടിച്ചുകൊണ്ട് കൂട്ടിയിടുന്നുണ്ടല്ലോ. അതിന് പകരം തത്ത നമ്മുടെ മുറ്റത്ത് വന്നിരുന്ന് ഇത് തിന്നിട്ട് പോകുന്ന കാണണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെയുള്ള മാർഗം. അതെ അതെ, ഈ വരും തലമുറയ്ക്ക് ഇത്രയും നല്ലൊരു കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ ഈ ഇപ്പോഴത്തുള്ള ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മനസ്സിൽ പദ്ധതികളുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് അങ്ങനെ ആരും നിർബന്ധിച്ച് ഫോക്കസ് ചെയ്യാൻ ഒക്കില്ല. ഇപ്പോൾ ഒരുപാട് ഞാൻ ചോദിക്കുന്നത് പ്രകൃതി സ്നേഹികളായ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട് ഇതിന്റെ ബാക്കിൽ കിടക്കുന്ന ഒരുപാട് പേര്. ഇപ്പോൾ എന്നെ തന്നെ ഒത്തിരി പേര് വിളിക്കുകയും തിരിച്ച് ഇതിൽ ഇപ്പോൾ എനിക്ക് വിളിക്കുന്ന മുഴുവൻ ആളുകളും സംസാരിക്കാനാണ്. കാരണം സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം കാണുള്ളൂ. അത്രയധികം കോളുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാനതിൽ മിക്കവാറും എല്ലാത്തിനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ ഈ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ക്രൗഡ് ഫോറസ്റ്റിങ്ങിലൂടെ ആ സൈറ്റിൽ അതിൻ്റെ ഉത്തരവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തൽപരരാണ്. ആകെയുള്ള പ്രശ്നം ഇതിൻ്റെ ഒരു എന്താണിത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിങ് ആവശ്യമാണ്. അതിപ്പോൾ നമ്മൾ 2-3 തരത്തിൽ ചെയ്യുന്നത്. ഒന്ന്, നമുക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും അവർ ചോദിക്കുന്ന സംശയങ്ങൾ ഉത്തരവും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നുണ്ട്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയാൻ ഒക്കില്ല. അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ ഇതിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പ്രൊഫസർ മിയാവാക്കി എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇപ്പോൾ ലഭ്യമല്ല. അത് ഇംഗ്ലീഷിലാണ് ആ പുസ്തകം. വളരെ അതിൻ്റെ ഔട്ട് ഓഫ് പ്രിൻ്റ് ആണത്. ഇവിടെ അങ്ങനെ കിട്ടാനും ഇല്ലായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിനെ ഞങ്ങളിപ്പോൾ മലയാളത്തിലാക്കുകയാണ്. മലയാളത്തിലാക്കി തീരാറായി. ഞാനും ശ്രീ പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തോടാണത് മലയാളത്തിലാക്കുന്നത്. കഴിഞ്ഞു, ഏകദേശം അതിൻ്റെ ഒരു 99% വർക്കും കഴിഞ്ഞു. അപ്പോൾ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആ പുസ്തകം ഇറക്കണം എന്ന് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം ഇതിൻ്റെ ഒരു തത്വശാസ്ത്രം എന്താണെന്നുള്ള വളരെ ലളിതമായിട്ട് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ഈ പരിസ്ഥിതി സംരക്ഷണവും അദ്ദേഹം എങ്ങനെ ഇതിലൂടെ വന്നത്, എങ്ങനെ അത് ചെയ്യുന്നതൊക്കെ അതിൽ പറയുന്നുണ്ട്. നമുക്കൊരു പ്രചോദനം കിട്ടുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒരു പുസ്തകമുള്ളപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി അബദ്ധത്തിച്ചാറേണ്ട കാര്യമില്ല. അതുമാത്രം അദ്ദേഹത്തിൻ്റെ വളരെ ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഇതുമെല്ലാം അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതേക്കുറിച്ച് ചെയ്ത് ഇതിൻ്റെ ഈ പ്രോസസ്സ് കാണാനായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്തു വിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ആളുകൾ തന്നെത്താനെ ഇത് ചെയ്യാൻ തയ്യാറാകും. ഈ കോസ്റ്റും ഇതൊക്കെ തന്നെത്താനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി അവർ കുറഞ്ഞ മാർഗ്ഗങ്ങൾ സ്വയം കണ്ടുപിടിക്കും, പ്രാദേശികമായിട്ട് അവരുടെ നാടിനെ പറ്റിയ രീതി. അങ്ങനെ ആളുകൾ തന്നെത്താനെ മുമ്പോട്ട് വരും, ചെയ്യും എന്നാണ്. പിന്നെ ഞങ്ങളൊരു ഓൺലൈൻ പഠന പരിപാടി കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുറേ ലെസൺസ് കൂട്ടിക്കൊണ്ട് 10,000-2,000 രൂപയ്ക്ക്. കാരണം ഇതിൻ്റെ വിദേശ കോഴ്സുകൾക്കെല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. ഏകദേശം 90,000 രൂപ. ഇന്ത്യയിൽ തന്നെ പല കോഴ്സിനും 90,000 രൂപയ്ക്കാണ് അവർ ട്രെയിനിങ് പ്രോഗ്രാമിന് ഇത് ചെയ്യുന്നത്. അത്രയൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 10,000-2,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഒരു കോൺസെപ്റ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അവർക്ക് ചെടി വെക്കാൻ അറിയാവുന്ന ആർക്കും ഇത് ചെയ്യാം. അതായത് ഇപ്പോൾ ചെടി വെക്കാൻ അറിയാവുന്ന, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെടി കുഴിച്ചു വെച്ചിട്ടുള്ളവൻ, കയ്യിൽ ഇച്ചിരി മണ്ണൊക്കെ പറ്റിയ വിഷമമില്ലാത്തവൻ, അവർക്കെല്ലാവർക്കും, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് ഈ സാധനം ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ വലിയൊരു സയൻസ് ഒന്നും ഇല്ല. ഇതിൻ്റെ സയൻസൊക്കെ അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ഫോളോ ചെയ്താൽ മതി. അതെ, ഓക്കെ. നമുക്ക് സാറിൻ്റെ വനം ഒന്ന് കാണാം. തീർച്ചയായിട്ടും. അതെന്തൊക്കെയായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം. നമ്മൾ ഇത് ആദ്യത്തെ കാടാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് മരങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്?
ഏകദേശം ഇതിപ്പോൾ ഇത് 3 സെൻറ്റാണ് ഈ സ്ഥലം മൊത്തം. ഇവിടെ ഒരു 10 അടി താഴെ വീതിയുള്ളൂ. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം 20 അടി 25 അടി വരെ 20 അടിയാണ് ഇതിൻ്റെ പരമാവധി വീതി. അപ്പോൾ അതിൻ്റെ 40 അടിയിൽ കൂടുതൽ നീളമുണ്ട്. 60 അടിയോ മറ്റാണ് നീളം എന്ന് തോന്നുന്നു. എന്തായാലും മൊത്തം 1000 സ്ക്വയർ ഫീറ്റാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത്രയും സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ മൊത്തം വെച്ചിരിക്കുന്നത് 400 ചില്ലുവാനം മരങ്ങളാണ്. ഒരു മരം ശരാശരി 4-5 ടൈപ്പാണ്. അപ്പോൾ ഒരു 100 ടൈപ്പ് മരം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം മരങ്ങൾ വേണമായിരുന്നു വെച്ചാൽ വേണ്ട. പ്രൊഫസർ മിയാവാക്കി പറയുന്ന 30 ഇനം മരങ്ങൾ മതിയെന്നാണ് ഒരു സ്വാഭാവിക വനമാകാനായിട്ട്. പക്ഷെ നമ്മൾ കുറേ കൂടുതൽ മരങ്ങൾ വെച്ചാൽ കാരണം വെച്ചാൽ ഇതിൽ കുറേ പോയാലും ഒരു 10-40 ഇനം അവശേഷിക്കുമല്ലോ എന്നുള്ള അതിലാണ് ഇത്ര അധികം ഇനങ്ങൾ വെച്ചത്. ഇതിൽ വെച്ചുള്ള മരങ്ങളുടെ മുഴുവൻ പേര് പറയാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾക്ക് അത്രയും മരങ്ങളുടെ പേര് ഓർത്തിരിക്കാൻ ഇപ്പോൾ എന്നെ പോലെ ഞാനൊരു സസ്യശാസ്ത്രജ്ഞനല്ല എങ്കിലും കുറേ എണ്ണം പറയാം. ഇപ്പോൾ ഇതിനകത്ത് ആല് 4 ടൈപ്പ് ഉണ്ട്. അത്തി, ഇത്തി, അരയാല്, പേരാല്, അത് 4 ഉണ്ട്. നാൽപ്പാമരം എന്നുള്ള കോൺസെപ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ പലകപ്പയ്യാനിയാണ് ഈ കാണുന്ന സാധനം. അതിനപ്പുറം ഇതാ ഈ പുറകിൽ നിൽക്കുക, ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഉള്ള ചെടി അത് എല്ലൂറ്റിപ്പച്ചയാണ്. ഇതാ ഈ ഇല കാണുന്നത് അത് വളർന്ന് ഇത്ര അങ്ങ് വലുതായിരിക്കുകയാണ് എല്ലൂറ്റിപ്പച്ച. ഈ താങ്കളുടെ ഈ സൈഡിൽ വളരെ വലിയൊരു മരമായിട്ട് പോകുന്നത് അപ്പക്കുടുക്കയാണ്. അപ്പക്കുടുക്ക നമ്മുടെ ഈ ആദിവാസികൾ അവരതിൻ്റെ ഒരു കായ ഉണ്ടാകും. ആ കായ ഇളക്കിയിട്ട് അതിനകത്ത് മാവ് കുഴച്ച് ഒരപ്പം ചുട്ട് കഴിക്കും. അത് ഒരു മെഡിസിനിലാണ് ആ സാധനം എന്ന് പറയുന്നത്. കാരണം ഈ ഇതുകൊണ്ട് ചില അസുഖങ്ങൾക്കൊക്കെ ഏത് അസുഖമാണെന്ന് എനിക്കറിയില്ല, അസുഖം കൊള്ളാമെന്നാണ് പറയുന്നത്. ഇവിടെ പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകും മരം. പിന്നെ അപ്പുറേ വളരുന്നത് ഇതൊക്കെ പ്ലാവൊക്കെയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ പ്ലാവാണ്. എടംപിരി, വലംപിരി, ചാര്, താന്നി, മരോട്ടി, നെല്ലി, പിന്നെ നമ്മുടെ ചില മരങ്ങൾ വെളിച്ചം കിട്ടാതെ നിൽപ്പുണ്ട്. ഇടയ്ക്ക് വെളിച്ചം കിട്ടാത്ത ചില മരങ്ങൾ വളരെ നിൽപ്പുണ്ട്. ഇത് അശോകമാണ്. കാര്യമായിട്ട് വെളിച്ചം അടിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പോൾ ഈ ഒരു പച്ചില വന്നു കഴിഞ്ഞപ്പോഴേ ഇതിനകത്തേക്ക് മറ്റേ പോലെ വെളിച്ചം കിട്ടുന്നില്ല. ചൂട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലത്തെ വെയിൽ വീഴുന്നുള്ളൂ. അപ്പോൾ ഈ വെയിലിന് വേണ്ടി ഈ മരങ്ങളൊക്കെ ഇതിനിടയ്ക്കൂടെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുകളിൽ ചെല്ലുന്നവൻ പെട്ടെന്ന് രക്ഷപ്പെടും. ചിലർ വെയിൽ കാത്ത് വർഷങ്ങളുള്ള ഇതിനകത്ത് ഇങ്ങനെ തന്നെ നിൽക്കും. ചിലപ്പോൾ ഈ ഒരു വൻമരം പെട്ടെന്ന് വീഴുമ്പോൾ ഒടിഞ്ഞ് വീഴും. അതാണ് ഈ ചില പെട്ടെന്ന് വളരെ മരം പെട്ടെന്ന് ഒടിഞ്ഞ് വീഴും കുറേ ചെല്ലുമ്പോഴേ. അപ്പോൾ അങ്ങനെയൊക്കെ വീഴുമ്പോൾ വെയിൽ കിട്ടുമ്പോൾ ഇവൻ പിന്നെ മേലോട്ട് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കുകയെന്നാണ് പറയുന്നത്. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ ഇതങ്ങനെ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കും. അതെ, ഇതിപ്പോൾ 3 വർഷമായി ഏകദേശം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചാൽ ചൂരലൊക്കെ ഉണ്ട്. മറ്റേ സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറേ അധികം വള്ളിച്ചെടികൾ ഇതിൽ വെച്ചിരുന്നു. ചൂരിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ സൈഡിൽ കയറി ചുറ്റുന്നുണ്ട്. ഉണ്ട്. ഇതിനൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ ചിലതിനൊക്കെ. അന്ന് നമ്മൾ നട്ട സമയത്ത് ഇത് ഏതൊക്കെയാണ് ഈ ചെടികൾ എന്ന് അറിയാനായിട്ട് ഇവിടെയുള്ള 160 ചെടികളുടെ പേര് വെച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ലിസ്റ്റിൽ ഇപ്പോൾ കുറേ എണ്ണത്തിൻ്റെ നമ്പറൊക്കെ പോയി. ചിലതിനൊക്കെ ഇപ്പോഴും നമ്പറുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇടതൂർന്നിട്ട് നമ്മുടെ ഈ വനം നിൽക്കുമ്പോഴേ ഇതിൽ സാറ് ഒരുപാട് പഴങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ട്, വള്ളിച്ചെടികൾ വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇത് ബാധിക്കില്ല എന്ന് തന്നെയാണോ സാറ് പറയുന്നത്? അതായത് പഴങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വള്ളിച്ചെടികളൊക്കെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റിക്കിടന്ന് ഈ മരങ്ങൾക്ക് അവരുടെ വളർച്ച തടയുന്ന ഒരു രീതി ഇവിടെ ഇങ്ങനെ സാറിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്താണ് അതിൻ്റെ ഒരു ഫൈനലായിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ നമ്മളൊരു തോട്ടത്തിലുണ്ടാകുന്ന പോലെ പഴം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ, കാരണം തോട്ടത്തിൽ നമ്മളെന്താ ചെയ്യുന്നത്, അതിൻ്റെ ഇലയൊക്കെ വെട്ടി പ്രൂൺ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് കായ ഉണ്ടാക്കിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ ഉണ്ടാകില്ല. പക്ഷേ ഇതിൽ കായ ഉണ്ടാകില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഈ മരങ്ങളിലൊക്കെ ഇതുണ്ടോ, ഈ മരത്തിൽ ഇതിൻ്റെ കായ ഉണ്ടോ? ഇത് അത്തിയല്ലേ? അത്തിയല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇവനാണ്, ഈ എരുമനാക്കാണ്. അതിൽ കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വെയിലില്ല, ആ തടിയേരെ വെയിലടിക്കുന്നില്ല, പക്ഷെ അതിൽ കായ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇതാ ഇവിടെ കണ്ടോ, ഇതുണ്ടോ, ഇതിൽ നിന്നുണ്ടായി വീണതാണ്. ഇവിടെ നിൽപ്പുണ്ട്. ഇത് നിറയെ കഴിഞ്ഞ ആഴ്ച ഇത് നിറയെ കായായിരുന്നു. ഇതാ ഇവിടെ കാണാം, കണ്ടോ, ഇതിലൊക്കെ ഉണ്ടാകുന്നുണ്ട്, കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഈ കായകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തന്നെ ഇതാ ഇത്രയും വലിയൊരു കായ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായത് ഇത് താങ്കൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം പറിച്ചു തിന്നാം, നല്ല മധുരമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാലേ എല്ലാം ഒരു വനത്തിൽ എങ്ങനെയാണോ വളരുന്നത് അതിനിപ്പോൾ ഇടത്തിങ്ങി നിന്നാലും കുഴപ്പമില്ല അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് ഞെക്കെന്ന് പറഞ്ഞ ചെടിയാണ്, ഇത് ഈട്ടിയാണ്. ഈ തൈ നമ്മൾ നട്ടതല്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് കാട്ടിൽ നിന്ന് അതായത് കായകൾ വീണും വിത്ത് വീണിട്ട് ഈ പരിസരത്തൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ കായ ഉണ്ടാകൽ എന്ന് പറഞ്ഞാൽ പ്രോസസ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സർപ്പക്കാവിലൊക്കെ സംഭവിക്കുന്നതല്ലേ, ഒന്നുകിൽ പക്ഷികൾ പുറത്തുനിന്ന് കായ കൊണ്ടിടും, അല്ലെങ്കിൽ അവിടെ ഉള്ള കായകൾ ആ മരത്തിൻ്റെ കായകൾ വീണിട്ട് അവിടെ ആ പരിസരത്തും കിളുക്കും. എന്ന് ചുറ്റുപാടും കാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം ഇങ്ങനെ വീണിട്ട്.
അപ്പോൾ അത് തന്നെയാണ് ഇത് കായ്ക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ. പക്ഷേ നമ്മളുടെ മനസ്സിലുള്ളത് ഫലവൃക്ഷ തോട്ടങ്ങളാണ് ഇപ്പോഴും. അതെ 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 അതെ. ആ ലെവലിൽ ഉൽപ്പാദനം ഒരിക്കലും ഇതിൽ നിന്ന് കിട്ടില്ല, നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇവിടെ നമുക്ക് കുറേ അധികം സാധനങ്ങൾ ഒരുമിച്ച് കിളിക്കുന്നതിൻ്റെ വെക്കുന്നതിൻ്റെയും ഒരു പ്രയോജനം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഇതിന്റെ ഈ അടിഭാഗത്ത് നമ്മളെ ഈ മിയാവാക്കി മോഡൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മണ്ണ് മിക്സിംഗ് ഒക്കെ എല്ലാം പക്കാ മിയാവാക്കി മാതൃക, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വെള്ളം ചേർക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. അതെ. അപ്പൊ ശരിക്കും ഇവിടെ ഇത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് നാങ്കാണ്, ഈ ഇല തളിരില വരുന്നത് നാങ്കാണ്. അത് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ വളർച്ച അങ്ങനെ നിൽക്കുന്നത്. ഇത് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രി സ്ലോപ്പുള്ള സ്ഥലമാണ്. നിങ്ങളിതിൻ്റെ ഇവിടുന്ന് മേലോട്ട് നോക്കുക, കണ്ടോ? ഇതൊരു ചെരിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ ചെരിഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ ഇങ്ങേറ്റവും അങ്ങേറ്റവും തമ്മിൽ നല്ല പൊക്ക വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ വീഴുന്ന വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ കാട് നിൽക്കുന്നത്. ഒരു നോർമൽ സ്ഥലത്തല്ല. മഴയൊക്കെ പെയ്താൽ വെള്ളമൊക്കെ നേരെ കീഴോട്ടൊരു കുന്നിൻ്റെ ചെരുവാണ്. ആ കുന്നിൻ്റെ ഇങ്ങനെ കിടക്കുന്ന ഒരു സർഫസിൽ നമുക്കൊരു കാട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുകയാണ്. അതാണ് മിയാവാക്കി മാതൃകയുടെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിനകത്തുള്ള ചെറിയ ചെടികൾ, ഇതൊരു പൂച്ചെടിയാണ്, വിദേശത്തുള്ളൊരു പൂച്ചെടിയാണ്. ഇത് നമ്മുടെ താമരവള്ളി എന്ന് പറഞ്ഞ വള്ളിയാണ്. ഇത് ആടലോടകമാണ്. ഇത് അപ്പക്കൊടുക്കുകയാണ്. ഈ സാധനം, ഈ ഇല അപ്പക്കൊടുക്കുകയാണ്. അതെ. ഇത് മന്ദാരമാണ്, പിങ്ക് മന്ദാരം, മരമാകുന്ന സാധനമാണ്. പിന്നെ ഇത് ആടലോടകമാണ്. മറ്റേ ഇത് തിപ്പലിയാണ്. അത് നമ്മുടെ തിപ്പലിയാണ്. തിപ്പലി ആ മരത്തെ കയറുന്നതാണ്. അത് നന്നായിട്ട് തിപ്പലി ഇത് കായ്ച്ചിരിക്കുന്നു. നല്ല കായ്ച്ച. ശരിക്കും ആ തിപ്പലി പറിച്ച് ഉണങ്ങിയെടുക്കേണ്ടതാണ്. നല്ലൊരു മരുന്നാണിത്. ഈ ചുവന്ന കാണുന്നത് അത് തിപ്പലിയാണ്. ആ സാധനം ആടലോടകം. സാറിൻ്റെ വനത്തിലൊരു ഒരുപാട് മരങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞു തന്നു. അപ്പോൾ സാറിന് അതിൽ പറയുന്നുണ്ട് ഇത് ചിലത് പ്രൂൺ ചെയ്തിട്ട് നിർത്താം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളത് ഈ മിയാവാക്കി വനത്തിൻ്റെ മാതൃകയിൽ അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളത്? ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് ചെടികൾ വളർന്നൊരു കാടുണ്ടാകാനായിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഓരോ സ്ഥലത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ വേണ്ട മാറ്റങ്ങൾ നമ്മൾ തന്നെ വരുത്തണം. എനിക്ക് തോന്നുന്ന പ്രൊഫസർ മിയാവാക്കി അത്തരം ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാത്ത അവിടെ 1 വർഷം 1 മീറ്റർ വളർച്ചയെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചില ചെടികൾക്ക് 5 മീറ്റർ വരെ വളർച്ച വരുന്നുണ്ട്, കേരളത്തിൽ വരുന്നുണ്ട്. അതേസമയം തന്നെ 2 എണ്ണത്തിനിടയ്ക്ക് ചിലത് പെട്ടുപോകും. അത് ചിലപ്പോൾ ഇത്രയും വളർച്ച വരികയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അനിയന്ത്രിതമായിട്ട് പോയി 15 അടി 15-12 അടി ഒരു വർഷം കൊണ്ട് വളർന്നാൽ 3 വർഷം കൊണ്ട് 45-50 അടിയിലേക്ക് ചെല്ലും. അപ്പോൾ നമ്മൾ ഈ വീടിനടുത്തും മറ്റും 1 സെൻറ്റിൽ കാട് വെക്കുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ ശരാശരി പൊക്കം എന്ന് പറഞ്ഞാൽ ഒറ്റ നിലയാണെങ്കിൽ ഒരു 15 അടി കൂടുതൽ വരില്ല. 12 അടി മേൽക്കൂര ഉൾപ്പെടെ ഒരു 15 അടി കൂടുതൽ വരില്ല. അപ്പോൾ അതുപോലെ തന്നെ വാർക്കുന്ന വീടാണെങ്കിൽ പോലും 2 നിലയൊക്കെ ആണെങ്കിൽ ഒരു 20 അടി 25 അടി കൂടുതൽ വരില്ല. അതിന് മുകളിലേക്ക് മരങ്ങൾ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ഉയരത്തിൽ ചെയ്യുന്ന കാറ്റൊക്കെ പിടിച്ച് മറിഞ്ഞ് വീഴുക, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു ചില്ല ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്താൽ അങ്ങനത്തെ ഒരു കലാമിറ്റി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിനടുത്ത് മരം വെക്കുമ്പോൾ അത് നമുക്കൊരു മാനേജ് ചെയ്യാവുന്ന ഒരു അളവിൽ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ആ ഒരു തരത്തിൽ അത് ഞാനിങ്ങനെ മാത്രമല്ല, ഇവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മരങ്ങളെ പോലും വീടിനടുത്ത് നിൽക്കുന്ന മരങ്ങളെ ഞാൻ മുറിച്ച് നിർത്താറുണ്ട്. കാരണം വെച്ചാൽ മരം അവിടെ നിൽക്കുന്നത് നമുക്ക് തണലിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. മരം അനിയന്ത്രിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്കൊരു അപകട സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ഇവിടെ തന്നെ ഞാനിപ്പോൾ ഈ മരത്തിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ നോക്കുക, ആ സൈഡിലേക്ക് നോക്കുക, അത് 45 ഡിഗ്രി ചെരുവിൽ മുറിച്ചിരിക്കുകയാണ് മരം. ഒരു 3 മാസം മുറിച്ചിടാം. കാരണം ഈ മരത്തിൻ്റെ ചുവട് നോക്കുക, ഇത് ഏത് സമയത്തും മറിഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് വീഴാം. അത്ര വലിയൊരു മരമായിരുന്നു, വളരെ വലിയൊരു മരമായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്, കാരണം നേരത്തെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പറമ്പായിരുന്നു. ഇവിടെ ഇത്രയും താത്തിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് മറിഞ്ഞ് വീഴുകയില്ല, കാരണം ആ മരത്തിനിടയ്ക്ക് കിളുത്ത ഒരു മരമാണ്. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം വന്നിട്ട് ആ മരം വളർന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ മറുവശത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അത് വേങ്ങയാണ്, വേങ്ങയോ മരുതോ അതുപോലെ ഒരു സാധനമാണത്. ഇതിങ്ങനെ സൈഡിൽ നിന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ പല മരങ്ങളെ മുറിച്ചിട്ടുണ്ട്. ഈ മരത്തെ മാത്രമല്ല, മുറിച്ച മരങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ. അപ്പോൾ വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു പലക മുറിക്കുന്നവരെ മുറിക്കരുത്. സാറേ, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ നേരത്തെ, അതായത് സാറ് മിയാവാക്കിയെ നേരിട്ട് പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം ഇപ്പോൾ നമുക്കൊരു മിയാവാക്കി കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് അവരുമായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റോ അവർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോളോ അപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടുണ്ട്. അദ്ദേഹമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ബന്ധം വെച്ച് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനിപ്പോൾ വയ്യ, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം നേരിട്ട് ഒരിക്കലും ചെയ്യില്ല. ശിഷ്യന്മാരുമായിട്ട് നമ്മൾ ഇടപാടുണ്ട്. ഇടപാടെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോടൊപ്പം പുസ്തകം എഴുതിയ പ്രൊഫസർ യുജീൻ
ബോക്സ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നു. കേരളത്തിൽ നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ പ്രൊഫസർ ഫിജുവാര കെസ്യു, ഇവർക്ക് രണ്ടുപേർക്ക് 75 വയസ്സും 76 വയസ്സും വീതമുണ്ട്. രണ്ടുപേരും പ്രൊഫസർ മിയാവാക്കിയുടെ ശിഷ്യരാണ്. രണ്ടുപേരും സഹപ്രവർത്തകരായിരുന്നു. അവർ രണ്ടുപേരും ഈ വനവൽക്കരണത്തിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലോകത്ത് പല ഭാഗത്ത് സഞ്ചരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ നമ്മളിവിടെ കൊണ്ട് പ്രൊഫസർ മിയാവാക്കിക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളെ നമ്മളിവിടെ കൊണ്ടുവരികയും ഈ സ്ഥലം കാണിക്കുകയും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ കഴിഞ്ഞ പ്രൊഫസർ മിയാവാക്കിയുടെ ജന്മദിനത്തിൽ നമ്മളിവിടെ ഒരു കാർഡും വെച്ചിരുന്നു. ചാല സ്കൂളിൽ നമ്മളൊരു കാർഡ് അദ്ദേഹത്തെ അവിടുന്ന് ഉണ്ട്. ഓൺലൈനായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസിലൂടെ നമ്മളൊരു കാർഡ് നമ്മളിവിടെ തീർത്തിരുന്നു. അതെ, അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നു. ഇവരിവിടെ വന്നപ്പോഴേ ഇപ്പോൾ സാറ് വെച്ച വനവും കാര്യങ്ങളൊക്കെ കണ്ടു. അവരെ സംബന്ധിച്ച് അവരിതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അവരുടെ അഭിപ്രായം എന്തായിരുന്നു? അവരുടെ അഭിപ്രായം, ഈ വനം എന്ന് പറയുമ്പോൾ അവർ സാധാരണ ഇതിലൊരു 30 സ്പീഷീസിൽ കൂടുതൽ വനത്തിൽ വെച്ച് പിടിപ്പിക്കാറില്ല. നമ്മളിവിടെ ഏകദേശം 100ഓളം സ്പീഷീസുകളാണ് വെക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ആർബറേറ്റം എന്ന് വിളിക്കണം ശാസ്ത്രീയമായിട്ട്. അതൊരു പേര്, നമ്മൾ കൃത്യമായ പേര് അതിൻ്റെ ആർബറേറ്റം എന്നാണ്. അക്വേറിയം പോലെ നമ്മൾ ചെടികളുടെ ഒരു നിര, ഒരു ഗാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആർബറേറ്റം ആണത് വനം എന്ന് പറയുന്നത് കൂടുതലായിട്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ വളർച്ച അവർക്ക് പ്രതീക്ഷിക്കാത്ത വളർച്ചയാണ്. അവർക്ക് ഒരിക്കലും അവിടെ ഈ വളർച്ച കിട്ടുന്നില്ല. അങ്ങനെ ഒരു വളർച്ച ഇവിടെ വരുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ മിയാവാക്കി വനങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് കേട്ടു. നോക്കൂ, ഇത് നമ്മളെല്ലാവരും വീടുകളിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നവരെല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മിയാവാക്കി വനം വയ്ക്കുക എന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരത്ത് പോലെ ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത്, ഈ പുളിയറക്കോണത്തിൻ്റെ ഏരിയയിൽ ഇത്രയും ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു സ്ഥലത്തെ ഇത്രയും മനോഹരമായ രീതിയിൽ കാടാക്കി മാറ്റി അതിൻ്റെ തുടക്കക്കാരനായ മിയാവാക്കിയുടെ ആളുകൾ തന്നെ വന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് അവരെന്നെ ഒരുപാട് സംതൃപ്തിയോടെയാണ് ഇവിടുന്ന് തിരിച്ചു പോയതെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണുകയും ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് ഹരിസാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വരണം. അതോടൊപ്പം മിയാവാക്കി വനം അവനവൻ്റെ വീടുകളെ കേന്ദ്രീകരിച്ചിട്ട് വെക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കഴിവതും എത്രയും പെട്ടെന്ന് അത് വെക്കണം. കാരണം നമ്മുടെ ഒരു വരും തലമുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും വലിയൊരു ഗുണം ചെയ്യുന്ന രീതിയിലൂടെ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ട്, ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടെ ഉണ്ടാവുക. നമുക്ക് ഹരിസാറ മിയാവാക്കിയുടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തന്ന് എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ, ഇത്രയും പ്രകൃതി സ്നേഹം നമ്മൾ കാണിക്കുന്നുണ്ടെന്നും അത് ലോകമൊട്ടാകെ അറിയണമെന്നുള്ള നമ്മുടെ മലയാളികളുടെ വലിയൊരു കടമ തന്നെയാണ് അതെല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കുക, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.